സബ്ജക്റ്റും ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ വീഡിയോ പാക്കുകളായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് NCERT പാക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് സീറ്ററ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് സീറ്ററ്റ് നോട്ടിഫിക്കേഷൻ വന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ ഒരുപാട് പേര് കാത്തിരുന്നാണ്. സീറ്ററ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പം നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളതും അതുപോലെ തന്നെ എൻട്രിയുടെ കോഴ്സിനെ കുറിച്ചും അത് കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനും വിനിസാറും വന്നിട്ടുള്ളത്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും തീർച്ചയായിട്ടും. സീറ്ററ്റുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. ഒപ്പം തന്നെ നിങ്ങൾ എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സീറ്ററ്റ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വീഡിയോസുമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും നോക്കുന്നത് അപേക്ഷ സമർപ്പിക്കാനുള്ള ഡേറ്റ് ആണ്, അല്ലേ സാർ? 7/3/2024 മുതൽ 2/4/2024 വരെയാണ്. ഏപ്രിൽ 2 വരെ അപേക്ഷിക്കാൻ പറ്റും. അവസാന നിമിഷം വരെ കാത്തിരിക്കുക. തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേയിലേക്ക് വേണ്ടി കാത്തിരിക്കരുത്. കാരണം ആ സൈറ്റ് ഭയങ്കര പ്രോബ്ലം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു സീറ്ററ്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നമ്മുടെ കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ അധ്യാപക സുഹൃത്തുക്കൾ പിന്നോട്ട് നിൽക്കുന്ന ഒരു എക്സാം ആയിട്ട് ശരിക്കും നമുക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. കാരണം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കേറ്ററ്റിനും സെറ്റിനും ഒക്കെയാണ്. അത് ഒരുപക്ഷെ നമ്മൾ കേരളത്തിൽ തന്നെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം കൂടുതലും ഉണ്ടായിരിക്കാം. ഏറ്റവും ഒരു ഫീച്ചർ ആയിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കേറ്ററ്റ് കൊണ്ട് മാത്രം ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകാൻ ഒരിക്കലും പറ്റത്തില്ല. മാത്രമല്ല ഇന്ത്യക്ക് പുറത്തേക്കും അതേപോലെ തന്നെ നമ്മളുടെ കേരളത്തിന് പുറത്തേക്ക് തന്നെ പോകുമ്പോൾ ഇപ്പൊ കേരളത്തിനകത്ത് തന്നെ CBSE സ്കൂളുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്റ്റാൻഡേർഡ് CBSE സ്കൂളുകൾ സാലറി ഉള്ള സ്കൂളുകളൊക്കെ സീറ്ററ്റ് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ സീറ്ററ്റ് ഉള്ളവരാണെങ്കിൽ അവരെ എടുക്കുകയുള്ളൂ. ഇനി ഒട്ടും കിട്ടാതെ വന്നാൽ മാത്രമാണ് അവർ അല്ലാത്ത ചോയ്സ് നോക്കുന്നത്. അതും ഇനി പോസിബിൾ അല്ലാത്തൊരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നു, പ്രത്യേകിച്ച് ഇത് നിർബന്ധമാകുന്നു എന്നുള്ളൊരു സാഹചര്യം അവരുടെ അഫിലിയേഷൻ പോലും ബാധിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. പിന്നെ മാത്രമല്ല CBSE സംബന്ധിച്ച് CBSE ഇപ്പോൾ സീറ്ററ്റിന് ഒരു 3ാമത്തെ പേപ്പറിന് ആരംഭിക്കുന്ന കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ളത് 3ാമതൊരു പേപ്പറിനെ കുറിച്ച് കൂടി അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന്റെ പ്രാധാന്യം അത്രത്തോളം കൂടി വരുന്നൊരു കാലഘട്ടത്തില്ല. ഇനി കേരളത്തിൽ പുറത്ത് ഏതെങ്കിലും സ്കൂളിൽ പോയിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സീറ്ററ്റ് നിർബന്ധമാകുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഗൾഫ് കൺട്രീസിലൊക്കെ പോകുമ്പോൾ സീറ്ററ്റിന് വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾ ഒരുപാട് പേര് പലപ്പോഴും നമ്മളെ യൂട്യൂബിൽ തന്നെ താഴെ വന്ന് കമന്റ് ചെയ്യുന്ന ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ സീറ്ററ്റ് നേടിയവർക്ക് കേറ്ററ്റിന്റെ ആവശ്യകതയുണ്ടോ? അവർക്ക് അതാണ് ഇവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, സീറ്ററ്റ് പേപ്പർ 3 അവർ ആലോചിക്കുന്നേ ഉള്ളൂ. കേറ്ററ്റ് പക്ഷെ ഓൾറെഡി എന്തുണ്ട്, കാറ്റഗറി 3 എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അപ്പൊ ഹൈസ്കൂളിലേക്കൊക്കെ ആണെങ്കിൽ കേരളത്തിലെ സ്കൂളുകളിൽ ജോലി ചെയ്യണമെങ്കിൽ കേരള സർക്കാരിന്റെ സ്കൂളുകളിൽ എയ്ഡഡ് സ്കൂളിലൊക്കെ ആണെങ്കിൽ കേറ്ററ്റ് കാറ്റഗറി 3 നിർബന്ധമാണ്. പക്ഷെ സീറ്ററ്റ് 2 ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സീറ്ററ്റ് 1, 2 പേപ്പർ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ LP-UP അധ്യാപക നിയമങ്ങൾക്ക് പിന്നെ കേറ്ററ്റിന്റെ ആവശ്യം ഇല്ല എന്നാണ് നിലവിലത്തെ നിയമം. അതായത് സീറ്ററ്റ് 2 ഉണ്ടെങ്കിൽ നമുക്ക് HS എഴുതാൻ പറ്റുമോ? അതാണ് ഇവർ ഇല്ല അതാണ് ഇവർക്ക് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. കേറ്ററ്റ് കാറ്റഗറി 3 ഉണ്ടെങ്കിൽ മാത്രമാണ് HS എഴുതാൻ പറ്റുക. സീറ്ററ്റിന്റെ പേപ്പർ 3 വന്നു കഴിഞ്ഞാൽ അതിന് ഈക്വലന്റ് ആയിട്ട് ഇതും വരും എന്നുള്ളതാണ്. പക്ഷെ നിലവിൽ നമുക്ക് എന്താണ് സീറ്ററ്റ് 2 എഴുതാൻ പറ്റിയാൽ അത് വെച്ചിട്ട് UP സ്കൂൾ അസിസ്റ്റന്റിന് പിന്നെ കേറ്ററ്റ് 2ന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കിപ്പം ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ ഇനിയിപ്പോ ഡെയിലി ബേസ് അധ്യാപക നിയമനമൊക്കെ നടക്കുന്ന സമയത്തും സീറ്ററ്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമേ അല്ല. സീറ്ററ്റ് ആണെങ്കിലും കേറ്ററ്റ് ആണെങ്കിലും വേറെ ഒന്ന് തന്നെയാണ്. കുറച്ചും കൂടി നമുക്ക് ഒരു വലിയൊരു വിഷനാണ് സീറ്ററ്റെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ കുറച്ചുകൂടി വിശാലമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കേരളത്തിന് പുറത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും ഒക്കെ പോകുന്ന സമയത്ത് സീറ്ററ്റ് നിർബന്ധമായിട്ടോ അല്ലെങ്കിൽ സീറ്ററ്റ് വലിയ പ്രാധാന്യത്തോട്. മാത്രമല്ല നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന് മുമ്പ് ചെന്ന് നിൽക്കുമ്പോൾ ഇതിന് പ്രത്യേക മാർക്കും സീറ്ററ്റിനൊക്കെ ഉണ്ട്. എല്ലാം എഴുതിയെടുക്കാൻ പറ്റുവാണ് ഏറ്റവും ബെറ്റർ ആണ്. കാരണം നിങ്ങൾക്ക് എല്ലാത്തിനും അഡീഷണൽ മാർക്കുകൾ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചെല്ലുമ്പോൾ കിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വിശദമായിട്ടൊന്ന് നോക്കാം. നമ്മൾ ഓൺലൈൻ സമർപ്പിക്കേണ്ടത് 7/3 ഈ മാസം മാർച്ച് 7-ാം തീയതി മുതൽ ഏപ്രിൽ 2-ാം തീയതി വരെയാണ് നമുക്ക് അപേക്ഷിക്കേണ്ടത്. അതുപോലെ എക്സാം ഡേറ്റ് കൂടി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സീറ്ററ്റ് കറക്റ്റ് ആ ഒരു ഓർഡറിൽ എല്ലാ കാര്യങ്ങളും നടത്താറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എക്സാം ഡേറ്റ് ജൂലൈ 7-ാം തീയതിയാണ് വരുന്നത്. അപ്പൊ അത്യാവശ്യം നമുക്ക് പഠിക്കാനുള്ള ഒരു ടൈം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? ജൂലൈ 7-ആണ്. ഒരു 90 ദിവസത്തെ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് വൃത്തിയായിട്ട് കംപ്ലീറ്റ് പഠിച്ചെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ എൻട്രിയുടെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പേപ്പർ 2ലേക്ക് നമ്മൾ പേപ്പറിൽ ഓൾറെഡി അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്യാൻ ഇപ്പൊ മറ്റേ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ പേപ്പർ 1 കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 90 ഡേയ്സ് സ്റ്റഡി പ്ലാനോട് കൂടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 90 ദിവസം കൊണ്ട് സിലബസും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് പേപ്പർ 1 ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ 90 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കോഴ്സ്. അപ്പൊ കോഴ്സിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി
നമ്മുടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതുമാണ്. ഇനി നമ്മുടെ സീറ്ററ്റിന്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത് നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് seated.nic.in ആണ്. seated.nic.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പ്രധാനമായിട്ട് 6 സ്റ്റെപ്പാണ് ഇവിടെ നമുക്ക് വരുന്നത്. സ്റ്റെപ്പ് 1 ഞാൻ പറഞ്ഞതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറുക. ഒരിക്കൽ കൂടി പറയുന്നു, seated.nic.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമുക്ക് കയറുന്ന സമയത്ത് സ്റ്റെപ്പ് 2 അപ്ലൈ ഓൺലൈൻ എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 3 ഫിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റെപ്പ് 4 വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓൺലൈനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, നമ്മൾ സൈറ്റിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന് ഫോട്ടോയുടെ കാര്യവും, രണ്ടാമത് സിഗ്നേച്ചറിന്റെ കാര്യവും. അപ്ലോഡ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ, അതിന്റെ ഒരു ഫോർമാറ്റ് അവർ പറയുന്നുണ്ട്. ഫോട്ടോഗ്രാഫ് ഷുഡ് ബി ബിറ്റ്വീൻ 10 and 100 KB. പ്രധാനമായിട്ട് 10 KBക്ക് 100 KBക്ക് ഇടയിലുള്ള ഫോട്ടോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഈ രണ്ട് ഫോർമാറ്റിൽ ചെയ്യാനും JPG അല്ലെങ്കിൽ JPEG സൈസിലായിരിക്കണം. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് പറയുന്നത് 3.5 സെന്റിമീറ്റർ വിഡ്ത്തും 4.5 സെന്റിമീറ്റർ ഹൈറ്റ് ആയിരിക്കും ഇമേജ് ഡയമെൻഷൻ. ഈ ഒരു ഇമേജ് ഡയമെൻഷൻ വളരെ പ്രധാനപ്പെട്ട, കാരണം ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ വലിയ ഇഷ്യൂ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെ ആ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഫോട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആള് മനസ്സിലാകാത്ത രീതിയിൽ ചില സമയത്ത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം പോലും വരാറുണ്ട്. അതുകൊണ്ട് 3.5 സെന്റിമീറ്റർ വിഡ്ത്തും 4.5 സെന്റിമീറ്റർ ഹൈറ്റിലുമുള്ള രീതിയിൽ ഫോട്ടോ സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററിലോ പോയി ആ ഒരു സൈസ് നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത സിഗ്നേച്ചറിന്റെ കാര്യം പറയുകയാണെങ്കിൽ 3.5 സെന്റിമീറ്റർ ലെങ്തും 1.5 സെന്റിമീറ്റർ ഹൈറ്റും ആയിരിക്കണം. അതുപോലെ തന്നെ KB എന്ന് പറയുന്നത് 3 KBക്ക് 30 KBക്ക് ഇടയിലായിരിക്കണം സ്കാൻഡ് ഇമേജ് സിഗ്നേച്ചറിന്റെ KB ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ സൈസ് കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം. കൃത്യമായിട്ട് ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ഒന്നുകൂടി എടുത്ത് കാണുവാണെങ്കിൽ ബ്രീഫ് ആയിട്ട് കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഓർക്കാൻ പറ്റും. അടുത്തത് 5ാമത്തത് എക്സാം ഫീസിനെ കുറിച്ചാണ്. 2 രീതിയിലുള്ള എക്സാം ഫീസിനെ കുറിച്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് കാറ്റഗറി 1 മാത്രമാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ, കാറ്റഗറി 1ഓ 2ഓ മാത്രമാണെങ്കിൽ 1000 രൂപയാണ് എക്സാം ഫീസ് വരുന്ന. അതല്ല പേപ്പർ 1ഉം 2ഉം കൂടി ചേർത്താണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ 1200 രൂപ. ഇത് ജനറൽ മാത്രമാണ്. ജനറൽ OBC വിഭാഗക്കാരുടേതാണ് ഞാൻ പറഞ്ഞത്. പേപ്പർ 1 മാത്രമാണെങ്കിൽ 1000, പേപ്പർ 2 മാത്രമാണെങ്കിൽ 1000. പേപ്പർ 1ഉം 2ഉം കൂടി ചേർത്താണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ 1200 രൂപയാണ് വരുന്നത്. SC/STക്ക് 500ഉം 600ഉം ആണ് അതിന്റെ സ്ഥാനത്ത്. അത് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്. SC/STക്ക് പേപ്പർ 1 മാത്രമാണെങ്കിൽ 500, 2 മാത്രമാണെങ്കിൽ 500. ഇത് രണ്ടും ചേർത്താണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 600 രൂപയാണ് വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ എൻട്രിയുടെ കോഴ്സിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 90 days കോഴ്സ് സബ്ജക്ട് ആണ് വരുന്നത്. ഇവിടുത്തെ പേപ്പർ 1ന്റേതാണ് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്. സബ്ജക്ട് വൈസ് വീഡിയോ പാക്ക് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. സാറേ, പ്രധാനമായിട്ട് ഇവർക്ക് ഏതൊക്കെ സബ്ജക്ട് ആണ് പഠിക്കാനുള്ളത്? ഇതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഇവർ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സീറ്ററ്റ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരേ പാറ്റേണിലാണ് ഈ എക്സാം വരുന്നത് കാണാൻ പറ്റും. സിലബസിന് പുറത്തേക്ക് ഒന്നും വരുന്നില്ല. ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പുറത്തുനിന്നൊന്നും പഠിക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു പാറ്റേണിൽ ഇതിനെ പഠിച്ച് ആദ്യത്തെ ചാൻസിൽ തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ പേപ്പർ 1ന്റെ കേസാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ സബ്ജക്റ്റുകൾക്കും 30 മാർക്ക് വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ 150 മാർക്കാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസാണ്. ഇപ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി 30 മാർക്ക്, അതേപോലെ എൻവയോൺമെന്റൽ സയൻസ് 30 മാർക്ക്, ദെൻ മാത്സ് 30 മാർക്ക്. 2 ലാംഗ്വേജുകളുണ്ട്. ഇപ്പോൾ കേറ്ററ്റിനൊക്കെ ചോയ്സ് എടുക്കാൻ ചാൻസ് കുറവാണല്ലോ. ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മലയാളം അല്ലെങ്കിൽ തമിഴ്, കന്നഡ ബോർഡറിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷെ ഇവിടെ ഹിന്ദി കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഹിന്ദി രണ്ടാമത്തെ ഓപ്ഷനായിട്ട് എടുക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അങ്ങനെയാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഇംഗ്ലീഷും റൈറ്റ് സൈഡിലും ഹിന്ദി എന്നുള്ള രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറും ചോദിക്കുക. അപ്പോൾ ഈ രീതിയിലും 5 വിഷയങ്ങൾ 30 മാർക്ക് വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതി, അതിന് കൃത്യമായിട്ട് 90 ദിവസം. മലയാളം നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? മലയാളം നമുക്ക് ചോയ്സ് എടുക്കാം. അതാ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ 2 ലാംഗ്വേജ് ഉണ്ട്. ഒന്ന് ഇംഗ്ലീഷും രണ്ടാമത്തത് മലയാളമോ ഹിന്ദിയോ ഏതാണെന്ന് വെച്ചാൽ ഇവർക്ക്. ഹിന്ദി എടുക്കേണ്ടവർ ഹിന്ദി എടുക്കാം, മലയാളം എടുക്കേണ്ടവർക്ക് മലയാളം എടുക്കാം. മലയാളമാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി ഇപ്പം നമുക്ക് അന്ന് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നു എന്ന് വിചാരിച്ചാലും നിങ്ങൾ പഠിച്ചെടുക്കാൻ ഇനി എളുപ്പം ഈ സീറ്ററ്റിനെ സംബന്ധിച്ച് സിലബസ് നോക്കി കഴിഞ്ഞാൽ മലയാളം തന്നെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചറിൽ ഓരോ സബ്ജക്റ്റും ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ വീഡിയോ പാക്കുകളായിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് NCERT പാക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് സീറ്ററ്റിനെ സംബന്ധിച്ചിടത്തോളം
അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് NCERT ടെക്സ്റ്റ് ബുക്കിന് നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക്. അത് പ്രത്യേകിച്ച് എൻവയോൺമെന്റൽ സയൻസ്, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ NCERT ടെക്സ്റ്റ് ബുക്കുകളിലെ കാര്യങ്ങളാണ് അവിടെ ചോദ്യമായിട്ട് ആ രീതിയിലാണ് വരുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മാർട്ട് റിവിഷൻ പാക്ക് എന്ന് പറയുന്ന ഒരു പുതിയൊരു സംഭവം കൂടി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി സിലബസ് ബേസ് ചെയ്തുള്ള 90 ഡേ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തുള്ള ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട മേഖലകൾ നമുക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിക്കുമ്പോൾ പലപ്പോഴും ആവർത്തിച്ചു വരുന്ന ഒരു മേഖലകൾ കാണും. ആ മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു റിവിഷൻ പാക്കും നമ്മൾ പഠിച്ചു പോയതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിവിഷൻ ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് എൻട്രിയുടെ ഫീച്ചേഴ്സ് അല്ലേ, നമ്മൾ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് ക്ലാസ്സുകൾ കാണും, അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് മോക്ക് എക്സാംസ്. മാക്സിമം നിങ്ങൾക്ക് എക്സാംസ് നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നത്. എന്താണോ സീറ്ററ്റ് എക്സാമിനകത്ത് വരുന്ന കാര്യങ്ങൾ അത് തന്നെ ആവർത്തിച്ച് നിങ്ങൾക്ക് എക്സാംസ് എഴുതാനുള്ള അവസരം കിട്ടും. കാരണം ഒരു എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ഇല്ലെന്നാണ് അടുത്തൊരു ചോദ്യം. യെസ്, നിങ്ങൾ കേറ്ററ്റ് ആയാലും സീറ്ററ്റ് ആയാലും നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. മാത്രമല്ല നമ്മൾ നേരത്തെ പറയുന്ന പോലെ 90 മാർക്ക് എന്നുള്ളൊരു കട്ട് ഓഫ് ഉണ്ടല്ലോ, അത് തന്നെയാണ് സീറ്ററ്റിന്റെ കേസിലും കട്ട് ഓഫ്. കേറ്ററ്റ് സീറ്ററ്റ് ഏകദേശം സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം അതിന്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് കേറ്ററ്റ് പിന്നീട് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കട്ട് ഓഫിന്റെ രീതികളെല്ലാം അങ്ങനെ തന്നെയാണ്, നെഗറ്റീവ് മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ നല്ല രീതിയിൽ ഒരു പ്ലാൻഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വന്നാൽ ആണ് എൻട്രി ആപ്പിന് ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് വന്നിരിക്കുന്ന അഡീഷണൽ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എക്സാംസ് എഴുതാനുള്ള അവസരമുണ്ട്. മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ചു പോകുന്ന റിവിഷൻ പാക്ക് തന്നെ റിവിഷൻ എക്സാംസ്, ഇങ്ങനെ ഒരുപാട് എക്സാം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്ക് ബേസിലുള്ള എക്സാംസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പൊ മാക്സിമം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ പരീക്ഷ ഹാളിൽ പോകുമ്പോൾ തന്നെ നമുക്ക് അതൊരു ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് കൂടിയാണ്. ഒപ്പം നമുക്ക് ഏവരും വില്ലനായിട്ട് കാണുന്ന ഒരു സബ്ജക്റ്റ് ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. അതിനൊരു സ്പെഷ്യൽ പാക്ക് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട, സാർ നമ്മോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല. ശരിക്കും അതിനകത്തൊരു വേറൊരു പ്രധാന ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയോ, ഇതിനകത്ത് ഇപ്പം 30 മാർക്കാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എൻവയോൺമെന്റൽ സയൻസിനകത്തും മാത്സിനകത്തും ലാംഗ്വേജിനകത്തും ഒക്കെ എന്തുണ്ട്, പെഡഗോഗി ഉണ്ട്. അപ്പൊ അത് ഈ 30 മാർക്ക് വൃത്തിയായിട്ട് പഠിക്കാൻ പോകുന്ന കൂട്ടത്തിൽ അതിന്റെ ഓട്ടോമാറ്റിക്കലി ബാക്കി കാര്യങ്ങളൂടെ അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ സൈക്കോളജി പെഡഗോഗി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ബാക്കി വിഷയങ്ങളുടെ പെഡഗോഗിയും അവിടെ തന്നെ കിട്ടും. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷും മലയാളം നമ്മൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്, ഇത്ര മാർക്ക് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു സ്പെഷ്യൽ പാക്ക് EVSഉം മാത്തമാറ്റിക്സും സെപ്പറേറ്റ് ആയ ഒരു പാക്കുമായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ പേപ്പർ 1 അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള കോഴ്സാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രഞ്ജിത്ത് സാറാണ് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്ന, ശ്രീനിധി സാറ് മലയാളം എടുക്കുന്നുണ്ട്, വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിനു സാറിന്റെ ക്ലാസ് ആണ് ഉള്ളത്, പത്മശ്രീ മിസ്, കാവ്യ മിസ്, അഞ്ജന മിസ് തുടങ്ങിയവരൊക്കെയാണ് മറ്റ് സബ്ജക്റ്റുകളും എടുത്തിരിക്കുന്നത്. എല്ലാ വിഷയങ്ങളും നല്ല രീതിയിൽ എടുക്കുന്ന അധ്യാപകർ തന്നെയാണ് സീറ്ററ്റിൽ നമുക്ക് കോഴ്സ് ചെയ്യാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് എൻട്രി സീറ്ററ്റിന്റെ കേസിൽ വരും. ദിവസം കൊണ്ട് നമുക്കിത് മാക്സിമം പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കോഴ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വെറുതെ പഠിച്ചു പോവുകയല്ല, ഓരോന്നും നമുക്ക് വിശദമായിട്ട് പഠിക്കുന്നതിനോടൊപ്പം എക്സാമും മറ്റു കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് പോകാൻ കഴിയുന്ന രീതിയിലാണ് കോഴ്സ് സ്ട്രക്ചർ. അപ്പം അപേക്ഷിക്കാൻ മടിക്കണ്ട, എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക. കാരണം നമുക്ക് അവസരങ്ങൾ പലപ്പോഴും ഒരു അവസരം വരുമ്പോഴാണ് അയ്യോ എനിക്ക് അന്ന് സീറ്റ്, പിന്നെ മാത്രമല്ല നിങ്ങളിത് വൈകിക്കും തോറും നിങ്ങളുടെ കയ്യിൽ നിന്ന് അകന്ന് പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ വേറൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം ഫസ്റ്റ് ഇയേഴ്സിന് ഇത് എഴുതാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പൊ കേറ്ററ്റിന് BEdകാർക്കും DLEdകാർക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് കോഴ്സ് രജിസ്റ്റർ ചെയ്ത് എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറ്ററ്റ് കോഴ്സ് എക്സാം എഴുതാൻ പറ്റും. അത് കേറ്ററ്റിനും ഇല്ല, സെറ്റിനും ഇല്ല. സോ ഫസ്റ്റ് ഇയറിൽ വെച്ച് തന്നെ ഇത് എഴുതി പരിശീലിച്ച് ബാക്കിയുള്ളതിനും അത് ഭയങ്കര ഒരു എനർജി ആവും. തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക. ഒപ്പം കോഴ്സിനെ കുറിച്ച് അറിയാൻ സ്ക്രോൾ ചെയ്ത് വന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. വരുന്ന ദിവസം നമ്മൾ ഇതിന്റെ ഓരോ പേപ്പറിന്റെ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിന്റെയും സെപ്പറേറ്റ് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും സീറ്ററ്റ് കോഴ്സ് ആദ്യ ശ്രമത്തിൽ തന്നെ പാസ്സാവാൻ ആശംസകൾ.